ഹായ് ഫ്രണ്ട്സ്, ബ്ലൂംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെടികളെ അടുത്തറിയാൻ സഹായിക്കുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോസിലാണ് ഞങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുന്നത്. ഈ ഉദ്യമത്തിന് പ്രചോദനമായി നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻസും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ചെടികളുടെ ഗ്രോത്തിനും അതുപോലെ ഫ്ലവറിങ്ങിനും അത്യാവശ്യമായ ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഓർക്കിഡ് ചെടികളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മാക്രോ ന്യൂട്രിയൻസ് വളരെ ആവശ്യമാണല്ലോ. അപ്പോൾ വളരെ കൂടിയ അളവിൽ ആവശ്യമായ ഈ മൂലകങ്ങൾ നമ്മൾ സാധാരണയായിട്ട് NPK വളങ്ങളിലൂടെയാണ് സപ്ലിമെൻ്റ് ചെയ്യാറുള്ളത്. അപ്പം അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മറ്റ് 2 മാക്രോ ന്യൂട്രിയൻസാണ് മഗ്നീഷ്യം, സൾഫർ എന്നിവ. ഓർക്കിഡ് ചെടികൾ ബുഷിയായി വളരുന്നതിനും അതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും മഗ്നീഷ്യം, സൾഫർ എന്നിവ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഓർക്കിഡ് ചെടികൾ ചിലപ്പോഴൊക്കെ മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് യെല്ലോ നിറത്തിലൊക്കെ കാണപ്പെടാറുണ്ടല്ലേ. സൾഫറിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ ഓർക്കിഡുകളുടെ ഇലകളുടെ വെയിൻസ് പച്ച നിറത്തിൽ, അതുപോലെ വെയിൻസിൻ്റെ ഇടയിലുള്ള ഭാഗം മഞ്ഞ നിറത്തിലുമൊക്കെ കാണാറുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ അഭാവമാണ് അതിന് കാരണം. ഈ മൂലകങ്ങളുടെ കുറവ് കൊണ്ട് ചെടികളുടെ വളർച്ച മുരടിക്കുകയും അതുപോലെ പൂക്കൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ചെടികൾക്ക് ധാരാളമായി ആവശ്യമുള്ള മഗ്നീഷ്യം, സൾഫർ എന്നീ മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു സംയുക്തമാണ് എപ്സം സോൾട്ട് എന്ന മഗ്നീഷ്യം സൾഫേറ്റ്. നമ്മൾ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവ ആഗിരണം ചെയ്യുന്നതിന് ഒരു നല്ല റൂട്ട് സിസ്റ്റം ഉണ്ടാവുന്നതിന് എപ്സം സോൾട്ടിലുള്ള മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിനുള്ള ക്ലോറോഫിൽ ഉണ്ടാകുന്നതിന് സൾഫർ വളരെ ആവശ്യമാണ്. എപ്സം സോൾട്ടിലുള്ള മഗ്നീഷ്യവും സൾഫറും ചെടികൾ ബുഷിയായി വളരുന്നതിനും വളരെ കളർഫുള്ളായ പൂക്കൾ ഉണ്ടാകുന്നതിനും ഉത്തമമാണ്. കൂടാതെ ഓർക്കിഡിനെ ബാധിക്കുന്ന ഒച്ച്, മറ്റ് കീടങ്ങൾ എന്നിവയെ അകറ്റുന്നതിന് എപ്സം സോൾട്ട് ഉപകാരപ്രദമാണ്. ഓർക്കിഡ് കരുത്തോടെ വളരുന്നതിന് മാസത്തിലൊരിക്കൽ എപ്സം സോൾട്ട് സ്പ്രേ ചെയ്യുന്നത് ഉത്തമമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എപ്സം സോൾട്ട് ലയിപ്പിച്ച് ചെടികളുടെ റൂട്ട്സിലും ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.